ഹലോ ഫ്രണ്ട്സ്, ഇത് ഇന്നലെ വീട്ടിൽ മുത്തപ്പന് വെച്ച സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ വിളക്കും കിണ്ടിയൊക്കെ തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വിളക്ക് തേക്കാനുള്ള പൊടി തീർന്നു പോയതുകൊണ്ട് മൂകാംബികയിൽ നിന്ന് കൊണ്ടുവന്ന കുങ്കുമം വെച്ചിട്ടാണ് വിളക്ക് തേച്ചത്. സാധാരണയായി ഞാനത് ഉപയോഗിക്കാറില്ല, പക്ഷെ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കണ്ടു കുങ്കുമം വെച്ച് വിളക്ക് തേച്ചാൽ നന്നായിട്ട് വൃത്തിയാവും, മൂകാംബികയിലൊക്കെ അതാണ് ഉപയോഗിക്കുന്നതെന്ന്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും സംഭവം കൊള്ളാം. വിളക്കും കിണ്ടിയൊക്കെ നല്ലോണം വൃത്തിയായിട്ടുണ്ട്. പിന്നെ മുത്തപ്പന് വെക്കാനുള്ള പയറൊക്കെ ഞാൻ വൈകിട്ട് തന്നെ പുഴുങ്ങി വെച്ചു. സാധാരണയായിട്ട് നമ്മൾ കടലയാണ് ഉപയോഗിക്കാറുള്ളത്. കടലയും വൻപയറും ഒക്കെയാണല്ലോ സാധാരണ മുത്തപ്പനെടുത്ത് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക. അച്ഛനാണ് പറഞ്ഞത് ഇത്തവണ നമുക്ക് വൻപയർ വെക്കാമെന്ന്. പക്ഷെ കിട്ടിയത് വെള്ളപ്പയറായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെന്തുപോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ വെക്കുന്നത് നമ്മുടെ ഒരു കസിനാണ്. നമ്മൾ മാമ എന്നാണ് വിളിക്കാറുള്ളത്. തറവാട്ടിലായിരുന്ന സമയത്ത് അവിടെയും മുത്തപ്പന് വെക്കാനൊക്കെ ഇവർ തന്നെയാണ് വരാറുള്ളത്. അതുകൊണ്ട് ഇവിടെയും അവർ തന്നെ വെക്കട്ടെ എന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചു. പിന്നെ കള്ളും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചു. കള്ളില്ലാതെ പിന്നെ എന്തോന്ന് മുത്തപ്പന് വെക്കൽ അല്ലേ? ഈ മുത്തപ്പ ദൈവത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു പങ്കുണ്ട്. ഇവിടെ ആരോട് ചോദിച്ചാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം മുത്തപ്പനാണെന്നേ പറയുള്ളൂ. അതുമാത്രമല്ല, എൻ്റെയും ഏട്ടൻ്റെയും ജീവിതത്തിൽ മുത്തപ്പന് വലിയൊരു സ്ഥാനമുണ്ട്. നമ്മൾ റിലേഷനിലായിരുന്ന സമയത്ത് കല്യാണം നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് മുത്തപ്പനോടാണ്. നമ്മൾ ഒരുമിച്ച് ഏറ്റവും കൂടുതൽ പോയ ക്ഷേത്രവും മുത്തപ്പൻ്റേത് തന്നെയായിരിക്കും. ഈ മുത്തപ്പന് വെക്കുന്നത് ഞാൻ കണ്ടിട്ടിപ്പോൾ ഒരുപാട് നാളായി. ഇതിനു മുമ്പ് എൻ്റെ വീട്ടിൽ മുത്തപ്പന് വെച്ചപ്പോഴൊന്നും എനിക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയ ശേഷം എല്ലാവരും കൂടി അരിയിട്ട് പ്രാർത്ഥിച്ചു. വൈദൂസിനെ സംബന്ധിച്ച് ഇതൊക്കെ ആദ്യത്തെ കാഴ്ചയായിരുന്നു. അവൾ ഇതിനു മുമ്പ് ഇതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കൗതുകത്തോടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അവളും പ്രാർത്ഥിക്കുകയും അരിയുടെയും ഒക്കെ ചെയ്തു. അല്ലെങ്കിലും പ്രാർത്ഥിക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിൽ പോയാലൊക്കെ ഭയങ്കര ഭക്തിയോടെ തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അങ്ങനെ പുറത്ത് കോലായിൽ മുത്തപ്പന് വെച്ച ശേഷം മുറ്റത്തേക്ക് പോയി അവിടെയും വെച്ചു. ഈ മുറ്റത്ത് വെക്കുന്നത് മുത്തപ്പൻ്റെ നായക്കാണോ? അങ്ങനെ എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. കറക്റ്റ് എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ അതൊക്കെ വെച്ച ശേഷം നമുക്ക് പ്രസാദമായിട്ട് ചന്ദനം തന്നു, അതും തൊട്ടു. പിന്നെ നേരത്തെ പുഴുങ്ങി വെച്ച പയറും ഉണക്കമീനും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട പ്രസാദവും കഴിച്ചു.